ഒറ്റ യൂസിൽ തന്നെ നമ്മുടെ സ്കിന്നിലെ കരിവാളിപ്പൊക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും അതേപോലെ തന്നെ സ്കിന്നൊന്ന് ഗ്ലോ ആവാനായിട്ടും പറ്റുന്ന അടിപൊളി ഒരു സ്കിൻ കെയർ ആണ് നമ്മൾ ഈ ഒരു സ്കിൻ. അപ്പം ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. അടിപൊളി റിസൾട്ടാണ്. നമ്മുടെ സ്കിൻ നന്നായിട്ട് ഗ്ലോ ആവാനായിട്ടും ചുളിവുകളൊക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഫേസിലെ കരിവാളിപ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ചുളിവുകളൊക്കെ ഉണ്ടെങ്കിൽ ചുളിവുകളൊക്കെ മാറ്റിയിട്ട് സ്കിൻ എങ്ങാക്കി വെക്കാനായിട്ടും പറ്റുന്ന അടിപൊളി ഒരു സ്കിൻ കെയറിൻ്റെ വീഡിയോ ആണ്. ഈ ഒരു സ്കിൻ കെയർ നമ്മൾ ആഴ്ചയിൽ ഒരു 3 തവണ ചെയ്താൽ മതി. നമ്മുടെ ഫേസിലെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ആക്കാനായിട്ടും സ്കിൻ ഒന്ന് സോഫ്റ്റ് ആക്കാനായിട്ടും ഡ്രൈനസ് ഒക്കെ ഉണ്ടെങ്കിൽ ഡ്രൈനസ് ഒക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ചുളിവുകൾ മാറ്റിയിട്ട് സ്കിൻ എങ്ങാക്കി വെക്കാനായിട്ടും ഹെൽത്തി ആക്കി വെക്കാനായിട്ടും ഒക്കെ പറ്റുന്ന അടിപൊളി ഒരു സ്കിൻ കെയർ ആണ്. അപ്പോൾ ഈ ഒരു സ്കിൻ കെയർ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് തൈര് വെച്ചിട്ടാണ്. എല്ലാവർക്കും അറിയാം, തൈര് നമ്മുടെ സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ടും ബ്രൈറ്റ് ആക്കാനായിട്ടും സൺ ടാൻ പിഗ്മെന്റേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളി ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പം നമ്മളിത് ചെയ്യാനായിട്ട് പോകുന്നത് 2 സ്റ്റെപ്പായിട്ടാണ്. ഫസ്റ്റ് നമ്മൾ ഒരു മസാജിങ് ഒക്കെ കൊടുത്തിട്ട് ഒരു സ്റ്റെപ്പ് ചെയ്യും. അതിനുശേഷം നമ്മളൊരു പാക്ക് അപ്ലൈ ചെയ്യും. അതിനുശേഷം നമ്മളൊരു മോയ്സ്ചറൈസിങ് ക്രീം അപ്ലൈ ചെയ്യും. ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുന്നേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് നേരെ വീഡിയോ കാണാം. അപ്പം നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഒരു മസാജിങ് ക്രീമും അതേപോലെ തന്നെ ഫേസ് ഒന്ന് ക്ലെൻസ് ചെയ്യാനായിട്ടും പറ്റുന്ന ഒരു ക്രീം തയ്യാറാക്കാനായിട്ട് പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യമായിട്ട് യൂസ് ചെയ്യേണ്ടത് തൈരാണ്. അപ്പം ഞാൻ തൈര് എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ തൈരിലേക്ക് നമ്മൾ കുറച്ച് തേനും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ കുറച്ച് തേൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പം ഞാൻ ഇത് ഫുള്ളായിട്ട് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് മസാജ് ചെയ്തെടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ സ്കിന്നിലെ ഡേറ്റൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാനായിട്ടും അഴുക്കുകളൊക്കെ പോയിട്ട് സ്കിൻ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്ത് വെക്കാനായിട്ടും അതേപോലെ തന്നെ ഡ്രൈനസ് ഒക്കെ ഉണ്ടെങ്കിൽ ഡ്രൈനസ് മാറാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വെയിൽ കൊണ്ടിട്ട് വന്നിട്ടുള്ളവരാണെങ്കിൽ ഈ ഒരു സ്കിൻ കെയർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫേസിൽ സൺ ടാൻ മാറ്റാനായിട്ടും അതേപോലെ മുഖം കരിവാളിപ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയിട്ട് ഒന്ന് റീഫ്രഷ് ചെയ്യാനായിട്ടൊക്കെ പറ്റുന്ന അടിപൊളി ഒരു സ്കിൻ കെയർ ആണ്. അപ്പം ഞാൻ മസാജിങ് ഒക്കെ കഴിഞ്ഞു. ഇനി ഞാനിത് വാഷ് ചെയ്തിട്ട് വരാം. അപ്പം ഞാൻ വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. ഇനി ഞാൻ ഫേസ് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കട്ടെ. ഇനി നമ്മൾ അടുത്തായിട്ട് ചെയ്യാനായിട്ട് പോകുന്ന ഒരു പാക്കാണ്. അപ്പം നമ്മൾ പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ തൈര് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്ന അരിപ്പൊടിയാണ്. 1 സ്പൂൺ അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അരിപ്പൊടി എടുക്കുമ്പോൾ നല്ല ഫൈൻ പൊടിയായിട്ടുള്ള അരിപ്പൊടി എടുക്കുക. ഒന്നെങ്കിൽ പത്തിരിപ്പൊടി എടുക്കുക. നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള അരിപ്പൊടി എടുക്കുക. അടുത്തായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്ന കടലമാവാണ്. 1 സ്പൂൺ കടലമാവ് ഇട്ട് കൊടുക്കുക. ഇനി കുറച്ച് തേനും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ തിക്ക് പേസ്റ്റ് ആയിട്ടാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. ഇനി ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം. ഈ ഒരു ഫേസ് പാക്ക് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ബ്രൈറ്റ്നസ് തരാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ടും ചുളിവുകൾ മാറ്റിയിട്ട് സ്കിന്നൊന്ന് ടൈറ്റൻ ചെയ്യാനായിട്ടൊക്കെ പറ്റുന്ന അടിപൊളി ഒരു ഫേസ് പാക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരു തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ചേഞ്ച് കാണുവാനായിട്ട് പറ്റും. അപ്പം ഞാൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരു 20 മിനിറ്റ്സ് വെച്ചിട്ട് നമുക്ക് വാഷ് ചെയ്യാം. വാഷ് ചെയ്തിട്ട് കാണിക്കാം. അപ്പം ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. അടിപൊളി റിസൾട്ടാണ്. നമ്മുടെ സ്കിൻ നന്നായിട്ട് ഗ്ലോ ആവാനായിട്ടും ചുളിവുകളൊക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഞാനിത് ഫേസ് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കട്ടെ. ഇനി നമ്മൾ അടുത്തായിട്ട് ഒരു മോയ്സ്ചറൈസിങ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ ഏത് മോയ്സ്ചറൈസിങ് ക്രീമാണോ ഉള്ളത് ആ ഒരു മോയ്സ്ചറൈസിങ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് റൈസ് സെറാമിഡേൻ്റെ ഒരു മോയ്സ്ചറൈസിങ് ക്രീമാണ്. ഇത് ഡ്രൈ സ്കിന്നുകാർക്ക് നല്ല ഒരു മോയ്സ്ചറൈസിങ് ക്രീമാണ്. അടിപൊളിയാണ്. നമ്മുടെ ഡ്രൈ സ്കിന്നൊക്കെ മാറ്റാനായിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യും. എൻ്റെതൊരു ഡ്രൈ സ്കിന്നാണ്. എനിക്ക് ഒരുപാട് വർക്ക് ചെയ്തിട്ടുള്ള അടിപൊളി ഒരു മോയ്സ്ചറൈസിങ് ക്രീമാണ്. ഈ ഒരു മോയ്സ്ചറൈസിങ് ക്രീമിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോടൊപ്പം ടാഗ് ചെയ്തേക്കാം. ആർക്കെങ്കിലും കാണണമെന്ന് താല്പര്യമുള്ളവർക്ക് കയറി ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്.
ഇപ്പം ഞാൻ ക്രീമൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്കിൻ കെയർ. നമ്മൾ ആഴ്ചയിൽ ഒരു 3 തവണ ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ മുഖത്തെ കരിവാളിപ്പൊക്കെ മാറ്റാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ചുളിവുകളൊക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് ഹെൽത്തി ആക്കി വെക്കാനായിട്ടും യങ് ആക്കി വെക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ നമ്മുടെ ഫേസിലെ ഡ്രൈനസ് മാറാനായിട്ടും ഒത്തിരി ഹെൽപ്പ് ചെയ്യും കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ഇടുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.